നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്നുള്ള ഈ ഡിസ്കഷനിൽ നമ്മൾ ഡയറി റൈറ്റിങ്ങിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തന്നെ ഉള്ളിലുള്ള ആ യൂണിഫൈഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ വേർഷൻ എന്ന് പറയാം, നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും ഉയർന്ന വ്യക്തിത്വം, ദ ബെസ്റ്റ് പേഴ്സൺ വിത്തിൻ അസ്, അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മൾ ഡീപ്പ് സ്ലീപ്പിൽ, സുഷുപ്തി അവസ്ഥയിൽ അതിൻ്റെ തൊട്ടടുത്ത് എത്തുന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഫൈനൽ വേർഷൻ, നമ്മുടെ ബെസ്റ്റ് പേഴ്സണെ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ദൂരയാത്രകൾ നടത്താറുണ്ട്. നമ്മൾ ജോലിയിലും ജീവിതത്തിലുമെല്ലാം ഒരു തരത്തിൽ മടുപ്പ് അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ഷീണം അനുഭവിക്കുമ്പോൾ പിക്നിക് ട്രിപ്പിന് പോകാറുണ്ട്. നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളുടെ കൂടെ, അല്ലെങ്കിൽ പിൽഗ്രിമേജ് ട്രിപ്സ്, ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ പള്ളികളൊക്കെ സന്ദർശിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര പുറത്താണ് നടത്തുന്നത് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മൾ സാധാരണ ജീവിതത്തിലുള്ള കെട്ടുപാടുകളൊക്കെ വിട്ടിട്ട് റിലാക്സ്ഡായിട്ട് ഉള്ളിലുള്ള ആ ബെസ്റ്റ് പേഴ്സണിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ റിലാക്സ്ഡ് ആയിട്ടുള്ള ആ ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ പിക്നിക് ട്രിപ്സ് ആയാലും പിൽഗ്രിമേജ് ട്രിപ്സ് ആയാലും നമ്മളെ സഹായിക്കുള്ളൂ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇവിടെയുള്ള പ്രശ്നങ്ങൾ യാത്രയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു ഉപയോഗവുമില്ല. ഈ ബെസ്റ്റ് പേഴ്സണെ, ഈ ഫൈനൽ വേർഷനെ കണ്ടെത്താൻ നമ്മൾ പുറത്ത് സഞ്ചരിക്കേണ്ട ആവശ്യമുണ്ടോ? പലപ്പോഴും അത് സാധിക്കില്ല. ഇപ്പോൾ ഈ അടുത്ത് കോവിഡ് കാലത്ത് പലർക്കും അത് സാധിച്ചിരുന്നില്ല. പല യാത്രകളും മുടങ്ങി, ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന വഴിപാടുകൾ ചെയ്യാൻ സാധിച്ചില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് നമ്മളിതിൻ്റെ യഥാർത്ഥ സയൻറ്റിഫിക് ആയിട്ടുള്ള അടിസ്ഥാനം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഈ തരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നത്. ബെസ്റ്റ് പേഴ്സൺ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ നടത്തേണ്ട യാത്ര ഉള്ളിൽ തന്നെയാണ്. നമ്മൾ ഉള്ളിലേക്കുള്ള ആ യാത്ര, അതാണ് നടത്തേണ്ടത്. ആ യാത്ര നടത്തിയിട്ട് അവിടെ എത്തിയതിന് ശേഷം ആ ബെസ്റ്റ് പേഴ്സണെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ലൈഫ് അതിൻ്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യുള്ളൂ. നമ്മൾ അത് വിസ്മരിച്ചിട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഒരു കാര്യമില്ല. ഇപ്പോൾ പലപ്പോഴും പിൽഗ്രിമേജ് ട്രിപ്പൊക്കെ കഴിയുമ്പോൾ, തീർത്ഥാടനങ്ങളെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പഴയ പ്രശ്നങ്ങൾ വീണ്ടും നമ്മളെ അലട്ടുന്നു. ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് പരിഹരിക്കാം എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കത് സാധിക്കാത്തത്? കാരണം നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. പുറമേ പോയി കഴിഞ്ഞാൽ എന്തോ കിട്ടും എന്നൊരു തോന്നൽ. ഒന്നും കിട്ടാനില്ല. നമ്മൾ ആയിത്തീരുകയാണ്. ആയിത്തീരുക എന്നുള്ള നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം ആയി നമ്മൾ നിലനിൽക്കാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടത്തുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ മെഡിറ്റേഷനിലൂടെയും എത്തിച്ചേരാൻ ശ്രമിക്കുന്നത്. നടത്തുന്ന യാത്ര ഉള്ളിലേക്കാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സില്ല. പിന്നെ നമുക്ക് എപ്പോഴും ചെയ്യാമല്ലോ. എൻ്റെ ഏറ്റവും നല്ല വ്യക്തിത്വം എൻ്റെ ഉള്ളിൽ തന്നെയല്ലേ. അതിന് എവിടേക്ക് പോകേണ്ട ആവശ്യമില്ല. അതിന് ദേശവും കാലവും ഒന്നും തടസ്സമാവില്ല. അപ്പോൾ എപ്പോഴാണ് ഇതിന് ബെസ്റ്റ് സമയം? അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു, മെഡിറ്റേഷനുള്ള, ധ്യാനത്തിനുള്ള ഏറ്റവും നല്ല സമയം മോർണിംഗ് ആണെന്ന്. എന്താണ് കാരണം? നമ്മളുടെ ആ സിംഗുലർ പേഴ്സണാലിറ്റിയിൽ നിന്നും, യൂണിഫൈഡ് പേഴ്സണാലിറ്റിയിൽ നിന്ന് നമ്മൾ ഉണർന്നിട്ട് ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു സമയം. സഹജമാർഗത്തിൽ പുലരും മുമ്പ് എന്നാണ് നമ്മുടെ ഗുരുനാഥനായിട്ടുള്ള ബാബുജി മഹാരാജ് പറഞ്ഞിട്ടുള്ളത്. പുലരും മുമ്പ് നിങ്ങളുടെ ധ്യാനം പൂർത്തീകരിക്കുക. എന്താണ് ഈ പുലരും മുമ്പ് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പുലരുക എന്ന് പറയുമ്പോൾ സൂര്യൻ ഉദിക്കുന്നതായിട്ടാണ് നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്നത്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ നമ്മൾ ഉണരുന്നു. ഉണരാനുള്ള സാധ്യതയുണ്ട്. ആരാണ് ആദ്യം ഉണരുന്നത്? ഞാനാണ് ആദ്യം ഉണരുന്നത്. ഞാൻ എന്നുള്ള ഭാവമാണ് ആദ്യം ഉണരുന്നത്. അതിനുശേഷമല്ലേ ചുറ്റുമുള്ളതെല്ലാം ഉണരുന്നത്. ഞാൻ എന്നുള്ള ഈ അഹം ബോധം അത് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട്
പല പല കാര്യങ്ങളിലേക്കും വീണു പോകുന്നതിന് മുമ്പ്, വഴുതി പോകുന്നതിന് മുമ്പ് നമ്മളതിനെ തുടക്കത്തിൽ തന്നെ ക്യാച്ച് ചെയ്യണം. എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്നുള്ള ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ. നമ്മളൊരു തുണി കീറുകയാണെങ്കിൽ അത് നേരത്തെ തന്നെ തുടക്കത്തിൽ തന്നെ തുന്നുകയാണെങ്കിൽ എളുപ്പമാണ്. അതങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അത് കീറി 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 വലുതാവും, പിന്നെ തുന്നാൻ പറ്റാതെയാവും. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. തുടക്കത്തിൽ തന്നെ പരിഹരിക്കാനാണ് ഏറ്റവും എളുപ്പം. ഒരു ചെറിയ ലീക്ക്, വെള്ളത്തിൻ്റെ ലീക്ക് ഉണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ സീൽ ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ നമ്മുടെ അഹംബോധം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ക്യാച്ച് ചെയ്യണം. ക്യാച്ച് ചെയ്തിട്ട് ആ യഥാർത്ഥ ഫൈനൽ വേർഷനിൽ തന്നെ നിർത്താൻ നമ്മൾ ശ്രമിക്കണം. വേറെ ഏത് ആക്ടിവിറ്റി ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു പ്രക്രിയ നമ്മൾ ചെയ്യണം. സാധന തുടങ്ങുന്നത് ധ്യാനത്തിലൂടെയാണ്. ലോകത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉണരുന്നു. ഇന്ദ്രിയങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണുകളാണ്. നമുക്കറിയാം 80% നമ്മുടെ സെൻസറി ഇൻപുട്സ് കണ്ണുകളിലൂടെയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ്സ്, അത് നമ്മളെ അറിയാതെ ലോകത്തിലേക്ക് നയിക്കുന്നു. കാതുകൾ. അപ്പോൾ ഒരു സ്ഥലത്ത് ഡിസിപ്ലിൻഡായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിലനിർത്തിയിട്ട് കണ്ണുകൾ അടച്ച് ധ്യാനിക്കുകയാണെങ്കിൽ ആ ഫൈനൽ വേർഷനിലേക്ക് നമുക്ക് എത്താനുള്ള സാധ്യത വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് പുലരും മുമ്പ് ഉണരുക. അതുകൊണ്ടാണ് ഒരേ പോസ്ചറിലിരിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ മനസ്സങ്ങോട്ട് പോകുന്നു. കൈ ഉയർത്തുമ്പോൾ കൈയിൻ്റെ പുറകെ പോകുന്നു. അപ്പോൾ നമ്മൾ അച്ചടക്കത്തോടെ, സ്കൂളിൽ കുട്ടികൾ ഇരിക്കുന്നത് പോലെ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധയോടെ ഇരിക്കുക എന്ന് ടീച്ചർ പറയും. ശ്രദ്ധയോടെ ഇരിക്കുന്നത് എങ്ങനെയാണ്? കൈകൾ ഓർത്തിണക്കിയിട്ട് അറ്റൻറ്റീവായിട്ട് ശ്രദ്ധയോടുകൂടി. നമ്മളിങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ശ്രദ്ധയില്ല എന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ ശ്രദ്ധയോടുകൂടി ഇരിക്കുക എന്നതാണ് ആസനസ്ഥനായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. കുറച്ച് നേരം കണ്ണുകളടച്ച് ഒരു റിലാക്സ്ഡ് പോസ്ചറിൽ, നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന പോസ്ചറിൽ കഴിയുന്നതും ഒരേ സമയത്ത് തന്നെ. കാരണം ഇതൊരു സൈക്കിളാണ്. നമ്മുടെ ജീവിതം ഒരു സൈക്കിളാണ്. നമുക്ക് രാവിലെ ആകുമ്പോൾ ഒരേ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കണം, ഉറങ്ങുമ്പോൾ ഒരു ടൈമുണ്ട്, അതിനൊരു സ്ഥലമുണ്ട്, ഓരോരുത്തരൊരു സ്ഥലമുണ്ട്. ഉറങ്ങാനൊരു സ്ഥലം, ഭക്ഷണം കഴിക്കാനൊരു സ്ഥലം, ടോയ്ലറ്റിനൊരു സ്ഥലം. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് പെട്ടെന്ന് താല്പര്യം വരുന്നു, അത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ സാധിക്കും. ഡൈനിങ് റൂമിൽ നിന്നിട്ടാണെങ്കിൽ നല്ലതാണ്. കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്, അത് നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫൈനൽ വേർഷനെ കണ്ടെത്താനും നമ്മളൊരു സ്ഥലം കണ്ടെത്തുക. അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ചെയ്യേണ്ടത്, ഇവിടെ ചെയ്യേണ്ടത് മെഡിറ്റേഷനാണ്. അപ്പോൾ പുലരും മുമ്പ് ഉണരുക, കണ്ണുകൾ അടച്ചിരിക്കുക, എന്നിട്ട് ആ ഫൈനൽ വേർഷനിലെ നമ്മൾ ശ്രദ്ധിക്കുക. മനസ്സ്, നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആ ശക്തി, അതാണ് മനസ്സ് എന്ന് പറയുന്നത്. നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. ഇലക്ട്രിസിറ്റി കാണാൻ സാധിക്കില്ല, ഇലക്ട്രിസിറ്റിയുടെ മാനിഫെസ്റ്റേഷൻ കാണാൻ സാധിക്കും. ഫാൻ കറങ്ങുമ്പോൾ, ലൈറ്റ് കത്തുമ്പോൾ കറണ്ട് ഉണ്ടെന്ന് പറയും. അതുപോലെ നമ്മളുടെ ശരീരം ചലിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പവറാണ് മനസ്സ്. മനസ്സ് അതിൻ്റെ ഫൈനൽ വേർഷനായിട്ടുള്ള, അതിൻ്റെ തുടക്കമായിട്ടുള്ള, അതിൻ്റെ ജനറേറ്ററിലേക്ക് എത്തിക്കണം. എവിടെയാണ് ജനറേറ്റർ? നമുക്ക് സങ്കല്പിക്കണം. ഹൃദയം, സെൻറ്റർ, ഹൃത് അയം എന്നാണ് ഹൃദയത്തിൻ്റെ ഫുൾ ഫോം. ഹൃദയത്തിലേക്ക് മനസ്സിനെ കൊണ്ടെത്തിക്കുക. ജെൻറ്റിലായിട്ട് അവിടെ ഒരു പ്രകാശമുണ്ട്, ഒരു ദിവ്യപ്രകാശമുണ്ട് എന്നുള്ള സങ്കല്പത്തിൽ കണ്ണുകൾ അടച്ചിട്ട് മനസ്സിനെ അങ്ങോട്ട് എത്തിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ധ്യാനം ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിൽ ചിന്തകൾ വരും. ചിന്തകളെ അവഗണിക്കുക. നമ്മൾ ഏത് തരത്തിലുള്ള ചിന്തയായാലും നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് അതിന് പവർ ലഭിക്കുന്നത്. അപ്പോൾ പവർ കൊടുക്കുന്നത് ഞാൻ എന്നുള്ള ഈ അഹംബോധമാണ്. നമ്മൾ ഈഗോനെ അങ്ങോട്ട് വിടാതെ സെൻറ്റേർഡായിട്ട് ഉള്ളിൽ തന്നെ ഇരിക്കുക, ചിന്തകളെ അവഗണിക്കുക. ഒരു യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ പിക്നിക്കിന് പറ്റി പോകുമ്പോൾ, തീർത്ഥാടനത്തിന് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തിനെയാണ് നമ്മൾ എപ്പോഴും മനസ്സിൽ സ്മരിക്കുന്നത്. ഇടയിൽ എത്ര ഭംഗിയുള്ള കാഴ്ച കണ്ടാലും നമ്മൾ ഇറങ്ങില്ല. ഇറങ്ങിയിട്ട് ചായ കുടിക്കും, തിരിച്ചു വരും, പക്ഷെ അവിടെ നിൽക്കില്ല. നമുക്ക് ലക്ഷ്യബോധത്തോടെ നമ്മൾ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ഈ യാത്രയിലും നമ്മളുടെ സീനറിയാണ് ചിന്തകൾ. നമ്മൾ മുൻപേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇംപ്രഷനിൽ നിന്ന് വരുന്ന ചിന്തകൾ, അല്ലെങ്കിൽ ഇമാജിൻ ചിന്തകൾ, അതേക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാം.
ഇതാണ് ധ്യാനത്തിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള സഹജമായിട്ടുള്ള മെത്തേഡ്. ഇതേക്കുറിച്ച് നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.